നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 14-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 2-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. മന്ദൻ്റെ ദിവസമാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനി എന്ന് പറയുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രഹമാണ്. എങ്കിൽ പോലും ശനി പതുക്കെ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം കാര്യങ്ങളെല്ലാം അത്ര കണ്ട് സ്മൂത്തായിട്ട് നടക്കുന്ന ദിവസമല്ല. ഇന്നത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. നക്ഷത്രം അനുകൂലപ്രദമാണെങ്കിൽ പോലും ദിവസം അനുകൂലപ്രദമല്ല. അതുകൊണ്ട് നമ്മളിന്ന് ഓരോ കാര്യങ്ങൾക്ക് സൂക്ഷിച്ച് വേണം ഇടപെടാൻ. സ്പീഡ് കാണിക്കരുത്. സ്പീഡ് കാണിച്ചാൽ സ്പീഡാവില്ല. അതുപോലെ തന്നെ കുംഭമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ്. കാരണം മന്ദൻ്റെ ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര കണ്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകത്തില്ല. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും, അപകടങ്ങൾ വരാം. അപ്പോൾ കാര്യങ്ങൾ മന്ദഗതിയിൽ പോവും. അതിനെ പരിഹരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി എന്തായാലും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ശനി പവർഫുള്ളായിട്ട് നിൽക്കുകയാണെങ്കിൽ, ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലത്തിൽ കുറവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ ദോഷഭാവം അനുഭവിക്കാതെ പോകത്തില്ല. അതുകൊണ്ട് അതിനെ അതിജീവിച്ച് പോകാനായിട്ട് കുറച്ച് ഏറെ പരിഹാരങ്ങൾ ചെയ്യണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് പോകണം, ശനിവ്രതം നോക്കണം, സൂര്യഭഗവാനെ രാവിലെ എണീറ്റ് തൊഴണം, ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രം, ധനനഷ്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടി ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഈ നക്ഷത്രക്കാർ മാത്രം ഒരു വർഷത്തേക്ക് പ്രൊട്ടക്ഷനായിട്ട് ധരിക്കുക. ഇതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കലണ്ടർ നോക്കുമ്പോൾ ഇന്ന് 9 മണി മുതൽ 10:30 മണി വരെ രാഹുകാല സമയം എന്ന് കലണ്ടറിൽ ഇട്ടിരിക്കുക. 9 മണിക്കല്ല രാഹുകാലം തുടങ്ങുന്നത്. രാഹുകാല സമയം 9:43 സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 11 വരെ ഉണ്ട്, അല്ലാതെ 10:30 തീരില്ല. അതുകൊണ്ട് രാഹുകാലം നോക്കി, അതുകൊണ്ടാണ് രാഹുകാലം പറഞ്ഞു തരണേ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 6:48 തൊട്ട് 8:16 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 2:06 തൊട്ട് 3:34 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്കിന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് ഓരോ ദിവസവും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:15 തൊട്ട് 1:03 വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അപ്പോൾ അഭിജിത്ത് നമുക്ക് ഓരോ എന്ത് ശുഭകാര്യങ്ങൾക്കും മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്തൊക്കെ നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം, നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും. അപ്പോൾ എന്തു ചെയ്യും? ശനിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യുകയും നമ്മളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.